ഹലോ ഗൈസ്, നമുക്കിന്ന് ലൈബ്രറിയിലോട്ടൊന്ന് പോയാലോ? ഞാൻ ലൈബ്രറി കണ്ടിട്ട് കുറച്ച് കാലമായി, അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളും ലൈബ്രറി കണ്ടിട്ട് കുറച്ച് കാലമായി. അങ്ങനെ ഞാൻ നടന്ന് ലൈബ്രറിയുടെ അവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി എന്ന് പറയുന്നത്. ആൻഡ് ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടു. ഈ രണ്ട് പുസ്തകങ്ങളും എനിക്ക് കൊടുക്കാനുള്ള പുസ്തകങ്ങൾ ഞാൻ അവിടെ വെച്ചു. പിന്നെ ഞാൻ അവിടെ തന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടു. ആൻഡ് ഞങ്ങൾ പോലും അറിയാണ്ട് ഒരുമിച്ച് തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു എനിക്ക് ലൈബ്രറിയിലോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതേ ദിവസം തന്നെ അവൾക്കും പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്രയും സിംഗിളാണ് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ഫ്രണ്ട്. പിന്നെ ഒരിക്കലും വായിക്കാൻ സാധ്യതയില്ലാത്ത കുറേ പുസ്തകങ്ങളൊക്കെ നോക്കി ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഭയങ്കരമായ ചിന്തയിലായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. വായിക്കാൻ സാധ്യതയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കണമല്ലോ. അതുപോലെ തന്നെ കുറച്ച് ഈസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചു. ലൈറ്റിങ് അത്ര അങ്ങോട്ട് ശരിയായിരുന്നില്ല, അതുകൊണ്ട് അത് ഇത്തിരി പാളിപ്പോയിരുന്നു. പിന്നെ അവിടെ ഫാനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും വിയർത്ത് കുളിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുള്ള ബുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ആൻഡ് അതിൽ ആൻഷ്യൻ്റ് ആൻഡ് മിഡീവിയൽ ഹിസ്റ്ററി ഒക്കെയാണ് അതിൽ പറയുന്നത്. സോ അത് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പിന്നെ ആഗ്രഹിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് അതെൻ്റെ വേറൊരു ഫ്രണ്ടിന് വേണ്ടിയാണെന്നുള്ളൂ. അങ്ങനെ ഞാൻ ആ ബുക്ക് എടുത്തു. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും എടുക്കാൻ സാധ്യതയില്ലാത്തതാണ് ഈ ബ്ലർബൊന്നും ഇല്ലാത്ത ബുക്ക്. അതാണ് ഞാൻ അടുത്തതെടുത്ത ബുക്ക്. ഞാൻ അടുത്തെടുത്ത ബുക്കാണ് ലേഡീസ് ഹോസ്റ്റലിലെ മരണമെന്ന് പറഞ്ഞിട്ട്. അതിനൊരു ബ്ലർബ് പോലും ഇല്ല. അതെങ്ങനെയാണ് കഥ എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഒരു ഹെഡിങ് ഭയങ്കര ക്യാച്ചി ആയിരുന്നു. വേറൊന്നും അതിൽ ക്യാച്ചി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു ബുക്കായിരുന്നു. സോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അതിൻ്റെ കവർ പേജ് ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരു പിക്ചറാണ്. എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്ന പോലെ തോന്നി. ബട്ട് ഞാനതെടുത്തു. ആൻഡ് മൈ ഫ്രണ്ട് അവൾ എടുത്തിട്ടുള്ളത് ഹൗ ടു കിൽ യുവർ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ആൻഡ് അതുപോലെ തന്നെ അവൾ മുമ്പ് എടുത്തിരുന്നത് ഓറഞ്ച് തോട്ടത്തിൽ അതിഥി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കായിരുന്നു. സോ അത് അവൾ വെച്ചിട്ട് ഇത് എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുള്ള ബുക്കാണ്. ഇവളിത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ആ പുസ്തകത്തിൻ്റെ വ്ളോഗൊക്കെ ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഞങ്ങൾ കിടന്ന് എടുക്കാനായിട്ട് തുടങ്ങി. ഡിലിഷ്യസ്ലി ഡാർക്കാണ് ഗൈസ്. ലവ് ദിസ് ബുക്ക്. ഞാൻ അതിൽ ഒരു ഭാഗം വായിച്ചു നോക്കി. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഗുഡ്. വെളിപ്പെടുത്താൻ പാടില്ല. ഇൻസ്റ്റഗ്രാമിലുണ്ടായിരുന്നു, യൂട്യൂബിലുണ്ടായിരുന്നു. വേറെ പലയിടത്തുണ്ടാവും. ഞങ്ങൾ പിന്നെ ലൈബ്രറിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേറൊരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. അവളുടെ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കവർ പേജൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഈ ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഞങ്ങളുടെ വീഡിയോ.